അതിപ്പോ എന്തിനാ തട്ടിക്കളഞ്ഞെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. എന്റെ തെറ്റാണ്, എന്റെ മാത്രം തെറ്റാണ്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴേ നല്ല മൂത്താവതി അടിച്ചാ വന്നേ. അപ്പൊ ഞാൻ വീട്ടിൽ വന്നപ്പോ അതിനേക്കാൾ മൂത്താവതി അടിച്ച് ദാ കിടക്കുന്നൊരുത്ത്. എന്നാ പിന്നെ വായോ, രണ്ടുപേർക്കും ഓരോ പഴങ്കഞ്ഞി കുടിക്കാമെന്ന് കരുതി അവനെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ അവനെ കൊണ്ടുവന്നത് നല്ലൊരു അടിപൊളി സ്പോട്ട് ആയിരുന്നു എന്ന് ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലായത്. എനിക്കാണെങ്കിൽ ഈ പഴങ്കഞ്ഞിക്കകത്ത് തൈര് ഒഴിക്കുന്ന ഇഷ്ടമല്ല. സോ ഞാൻ നല്ല മീൻകറി ഒഴിച്ച് കപ്പയും ആ മുളകും ആ അച്ചാറും എല്ലാം കൂടി ഇട്ട് ഞെവിടിയിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. ശരിക്കും പഴങ്കഞ്ഞിക്കകത്ത് മാങ്ങച്ചാർ ഉള്ളതല്ല. സോ ഞങ്ങൾ അപ്പുറത്തേക്ക് നോക്കിയപ്പോ അപ്പുറത്തെ ചേട്ടൻ ഊണ് കഴിക്കാനിരിക്കുന്ന ചേട്ടന്റെ പാത്രത്തിൽ നല്ല ചുമയിരിക്കുന്ന മാങ്ങച്ചാർ. എങ്ങനെ ചോദിക്കുമെന്ന് വിഷമിച്ചിരുന്നെങ്കിലും ആ ചേച്ചിയുടെ മുഖം കണ്ടപ്പോ നല്ല ചിരിച്ചു നിൽക്കുന്ന ചേച്ചി, ഒന്നും പറയില്ല എന്ന് തോന്നി. സോ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് കുറച്ച് മാങ്ങച്ചാർ തരുമോന്ന്. അങ്ങനെ ആ ചേച്ചി നല്ല അടിപൊളി മാങ്ങച്ചാർ കൊണ്ട് തന്നു. അങ്ങനെ അതും കൂട്ടി ഞെവിടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. എന്റെ അമ്മു അപാര ടേസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ എന്റെ കണ്ണിന്നും മുക്കുന്നും വായുന്നും ഒക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു. കാരണം ഞാനൊരു 6 മുളകെങ്കിലും ആ വെള്ളത്തിനകത്തിട്ട് ഞെവിടി ഉടച്ചിട്ടുണ്ടാവും. എനിക്ക് എരി ഭയങ്കര ഇഷ്ടമാണ്. അവസാനം അവന്റെ പാത്രത്തിൽ വെള്ളം തീർന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തതല്ല, എന്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്റെ പാത്രത്തിൽ നിന്ന് കുടിച്ചതാണ്. എന്റെ പാത്രത്തിൽ നിന്ന് കുടിച്ചിട്ടുള്ള എക്സ്പ്രഷനാണ് നമ്മൾ ആദ്യം കണ്ടത്. എല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ പാരിപ്പള്ളി മുക്കടയിൽ നിന്ന് നമ്മൾ രേവതി സിനിമാക്സിലേക്ക് പോകുന്ന വഴി ആ കയറ്റം അങ്ങോട്ട് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഫസ്റ്റ് കടയാണ് കേട്ടോ, വിരുന്ന് റെസ്റ്റോറന്റ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപാര ടേസ്റ്റാണ്, സൂപ്പറാണ്, പൊളിയാണ്. എന്തായാലും ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചു. ഇനി നിങ്ങളും കഴിക്കൂ. അങ്ങനെ വീട്ടിലെത്തി ഞങ്ങളിന്ന് ഉറങ്ങി.